അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ 300 ഗ്രാം കോവയ്ക്കാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി കോവയ്ക്ക 2ആയിട്ടോ അല്ലെങ്കിൽ 4ആയിട്ടോ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് ഉണക്ക ചെമ്മീനാണ്. ഉണക്ക ചെമ്മീൻ ഞാനിവിടെ 50 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. ഉണക്ക ചെമ്മീൻ്റെ തലയും വാലും എല്ലാം ഒന്ന് നുള്ളിയെടുക്കാം. അപ്പോൾ കോവയ്ക്ക നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം 2ആയിട്ടാണ് ഇതാ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഉണക്ക ചെമ്മീനും ഇതാ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തലയും പാലും ഒക്കെ കളഞ്ഞതിന് ശേഷമാണ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളത്. ഇപ്പം ഞാൻ എന്താ ഒരു പാൻ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ ഇടാം. ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇട്ട് കൊടുക്കാം. അപ്പം ഇതിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, ഉണക്കച്ചെമ്മീനിൽ ഉപ്പുണ്ട്. ഒന്ന് നമുക്ക് കോവയ്ക്കെല്ലാം ഒന്ന് വാടി വരണം. അപ്പം ഒരു 3 മിനിറ്റ് ഇളക്കി കൊടുത്ത് കോവയ്ക്കയുടെ നിറമൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് വാടി കുഴയേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കടലമാവാണ്. 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കടലമാവ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ രുചി ഒന്നുകൂടി ഇരട്ടിയായി കിട്ടും. കടലമാവും കൂടെ ചേർത്തിട്ട് 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. കടലമാവിൻ്റെ ആ പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറി കിട്ടണം. അപ്പോൾ ഉണക്കച്ചെമ്മീനിൽ ഉപ്പുള്ളത് കൊണ്ട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. കടലമാവും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം 1-2 മിനിറ്റ് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട്. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. വീണ്ടും അതേ പാനിൽ തന്നെ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഇപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിക്കാം. അപ്പോൾ അതാ കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 സവാള ഇതുപോലെ അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ സവാള നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ സവാളയൊക്കെ വാടി ചെറിയൊരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് പൊടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാം, നീളത്തിൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ വെളുത്തുള്ളിയുടെയും അതുപോലെ ഇഞ്ചിയുടെയും ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടണം. ഒരു 10-20 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഓരോ ടീസ്പൂൺ വീതം ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ സവാളയുടെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി ചതച്ചതും ചേർക്കാവുന്നതാണ്. അപ്പോൾ സവാളയുടെ അളവൊന്ന് കുറച്ചാൽ മതി. അപ്പോൾ അതാ ഒരു 10 സെക്കൻഡ് ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇത് കശ്മീരി മുളക് പൊടിയാണ്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അവരവരുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. നമ്മൾ ഇതിൽ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല, അതുപോലെ കുരുമുളക് പൊടിയോ പച്ചമുളകോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. മുളക് പൊടിയുടെ അതേ അളവിൽ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളുടെ പച്ചമണം ഒന്ന് മാറി കിട്ടണം. ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ 10 സെക്കൻഡ് ഇളക്കി കൊടുത്ത് പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഇതൊന്ന് വറ്റി വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇതൊന്ന് വറ്റി കിട്ടും. ഇനി ഇതിലേക്ക് 2 തക്കാളി മിക്സിയുടെ ജാറിലിട്ടിട്ട് വെള്ളം ചേർക്കാതെ അടിച്ചെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തും ചേർത്ത് കൊടുക്കാം, പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഇതിൽ നിന്നും എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം.
ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. തക്കാളി അടിച്ചെടുത്തത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ വലിയ ജീരകം ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താണ്, തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക. അപ്പം അതും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം അതുപോലെ ഒന്ന് വറ്റി വരും. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീനും കോവക്കയും അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കോവക്കയും ഉണക്കച്ചെമ്മീനും ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്നുകൂടി 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെക്കുക. ഈ മസാലയായിട്ട് ഒന്ന് യോജിച്ച് വരണം. അപ്പം നമ്മൾ 2 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് അളവ് കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെക്കുക. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒക്കെ കുക്ക് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിത് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. വെന്തിട്ടാണോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഇത് തുറന്ന് നോക്കാം. ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, എല്ലാം കുറുകി സെറ്റായി വന്നിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ലാസ്റ്റിൽ മാത്രമേ ഉപ്പ് ചേർക്കാവൂ. ഉണക്കച്ചെമ്മീനിൽ ഉപ്പുണ്ട്, അപ്പോൾ ആ കോവയ്ക്കയിലൊക്കെ ഉപ്പ് പിടിക്കും. അതുകൊണ്ട് ലാസ്റ്റിൽ വേണം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കോവയ്ക്കൊക്കെ നോക്കുക വെന്തിട്ടുണ്ടോ എന്ന്. ഇതിപ്പം ആവശ്യത്തിന് നല്ലോണം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ഇങ്ങനെ കൈ കൊണ്ട് ഞെരടി ഇട്ട് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒന്നും ചേർക്കുന്നില്ല. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കോവയ്ക്കയിലെല്ലാം ഉണക്കച്ചെമ്മീൻ്റെ ആ ടേസ്റ്റൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇത് കഴിക്കുമ്പോൾ. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. ചോറിൻ്റെ കൂടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. നല്ല മണവും നല്ല ടേസ്റ്റുമാണ്. ആ കോവയ്ക്കൊക്കെ എടുത്ത് കഴിക്കുമ്പോൾ ആ ഉണക്കച്ചെമ്മീൻ്റെ ടേസ്റ്റാണ് കിട്ടുന്നത്. ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. ഇതുണ്ടെങ്കിൽ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. നിങ്ങൾ എന്തായാലും കോവയ്ക്കയും ഉണക്കച്ചെമ്മീനും വെച്ചിട്ട് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പം നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്